പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമായും പോരാട്ടമായും ഒരു നടത്തമായൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം, ഈ ഓട്ടം അല്ലെങ്കിൽ ഈ നടത്തം ആരംഭിക്കുന്നത് വിശ്വാസത്തിന്റെ ചുവട് വച്ചാണ്. ആ ചുവടാണ് ട്രസ്റ്റിംഗ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് അവർ സേവിയർ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറഞ്ഞ് തന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ച് ആ രാജാവിന്റെ രാജ്യത്വത്തിൽ ജീവിക്കുക. എന്നാൽ ഇന്ന് പലർക്കും ഈ തുടക്കം തന്നെ അവസാനമാണ്. തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുകയാണ്. നോട്ട് ഏബിൾ ടു ഗോ ഫോർവേഡ്. അവർക്ക് മുൻപോട്ട് മുന്നേറി വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളർന്ന് മുന്നേറി പോകുവാനായിട്ട് കഴിയുന്നില്ല. 1 യോഹന്നാന്റെ ലേഖനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 1:7, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ഈ ജീവിതത്തിൽ മുന്നോട്ട് മുന്നേറുവാനായിട്ട് പറഞ്ഞു തരുന്ന വഴിയാ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ ഈ തുടങ്ങി വെച്ച ഈ യാത്രയിൽ മുന്നോട്ട് നമുക്ക് പോകുവാനായിട്ട് വെളിച്ചത്തിൽ നടക്കണം. ദൈവം വെളിച്ചമാകുന്നു, ആ ദൈവത്തോട് കൂടെ നടക്കണം. എന്റെ ബ്രദറെ, ഇതൊക്കെ എനിക്കറിയാം, പക്ഷെ പറ്റുന്നില്ല. വൈ? സാധിക്കുന്നില്ല. എന്താ തടസ്സം? യോഹന്നാന്റെ ഈ 1-ാം ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, തടസ്സം പാപമാണ്. നമ്മുടെ കൂടിവരവുകളിലെല്ലാം, ഉപവാസ പ്രാർത്ഥനകൾ പോലുള്ള എല്ലാ കൂടിവരവുകളിലും നാം ഡീൽ ചെയ്യേണ്ടത്, നാം ക്യൂർ ചെയ്യേണ്ടത് പാപമാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്നത്, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, നമ്മുടെ സ്വർഗീയ യാത്രയിൽ തടസ്സമായി നിൽക്കുന്നത് പാപമാണ്, മറ്റൊന്നുമല്ല. നാം വറി ആവേണ്ടതും നാം ബോധേഡ് ആവേണ്ടതും നാം ട്രീറ്റ് ചെയ്യേണ്ടതും ഇതാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് വേർപെട്ട സഭകളിൽ പോലും ഈ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം പാപത്തെ കൈകാര്യം ചെയ്യുവാൻ നമുക്കറിയില്ല, നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? പാപത്തെ മൂടി വയ്ക്കുന്നു, പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നില്ല, പാപത്തെ മൂടി വയ്ക്കുന്നു. എന്റെ പ്രിയരെ, എനിക്ക് ഇതൊക്കെ നിങ്ങളോട് പറയുവാനുള്ളൂ. കാരണം എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാട് ഇതാണ്. നമ്മുടെ പ്രശ്നം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കുറവോ നമുക്ക് അതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള പോരായ്മകളൊന്നും നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമല്ല. നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപ സ്വഭാവമാണ്. അതിനാ നാം എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അതിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ ഉള്ളിലെ പാപമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം വെളിച്ചമാവുന്നു. ദൈവത്തിന്റെ ഒരു നിർവചനമാ, God is light. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഇരുട്ടെന്ന് പറയുമ്പോൾ പാപം, അവനിൽ പാപം ഒട്ടുമില്ല, ഒരംശം പോലുമില്ല.
ഈ ദൈവവുമായിട്ടാ നമുക്ക് കൂട്ടായ്മ ബന്ധം. ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്കാ നമ്മെ കൊണ്ടുവന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിച്ചത് എന്താ? 1 പത്രോസിന്റെ ലേഖനം 2:9 അതിന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം. എവിടുന്ന് എങ്ങോട്ട് വിളിച്ച്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളില് ഇരുട്ടുണ്ടെങ്കിൽ നമ്മള് ഇരുട്ടിലാണ് ആയിരുന്നു. കൊളോസി ലേഖനം വായിക്കുമ്പോൾ, കൊളോസി ലേഖനം 1:13 വാക്യം വായിക്കുകയാണെങ്കിൽ നാം അന്ധകാരത്തിലായിരുന്നു എന്നല്ല പറയുന്നത്, നാം അന്ധകാരമായിരുന്നു. നാം അന്ധകാരമായിരുന്നു. അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത്, നമ്മളെ സിലക്ട് ചെയ്ത് ആ അത്ഭുത പ്രകാശത്തിൽ ദൈവവുമായിട്ട്, വെളിച്ചവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മളെ പറിച്ചു നട്ടത്. എന്റെ പ്രിയരെ, ദൈവം വെളിച്ചമാ. വെളിച്ചം വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന ദൈവം, അടുത്തുകൂടാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് ഈ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പ്രിഫറൻസ് മാറി. എന്റെ ആഗ്രഹം ഈ വെളിച്ചത്തോടു കൂടെ നടക്കുകയല്ല, എന്റെ ആഗ്രഹം അന്ധകാരത്തോടാ. നമുക്കത് അല്പം വിശദമായിട്ട് ചിന്തിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മൾ തീരുമാനമെടുക്കണം. തുടർന്ന് വരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയ, ദുഷ്ടനോ അവൻ അന്ധകാരമാ, പിശാച് അന്ധകാരമാ, പിശാച് ഇരുട്ടാ. ഈ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ചു. ഇപ്പോൾ നാം ഇരുട്ടിനുള്ളവരല്ല. അങ്ങനെയല്ലേ 1 തെസ്സലോനിക്ക ലേഖനം 5:5 വാക്യത്തിൽ നാം വായിക്കുന്നത്. 1 തെസ്സലോനിയൻസ് 5:5 വായിക്കുന്നു, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. സഭയിലെ ദൈവമക്കളെ നോക്കി പറയുക, ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും നാം വെളിച്ചത്തിന്റെ മക്കളാ. ഇരുട്ടിനുള്ളവരല്ല, രാത്രിക്കുള്ളവരല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 9, 19 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തിന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവർത്തികൾക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. എന്റെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം എന്തെന്ന് നോക്കുമ്പോൾ, എന്റെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നാം ശരിക്കും ആ മോക്ഷയാത്രയിലെ ഗ്രൂപ്പിലുള്ളവരാണോ? എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ഈ കൂട്ടായ്മയെ കുറിച്ചുള്ള എന്റെ കൺസേൺ അതാ. നാം എല്ലാവരും ആ കൂട്ടത്തിലുള്ളവരായിരിക്കണം. വേറെ എന്തൊക്കെ ആയാലും നോ യൂസ്. ഈ ലോകം അതിനെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും, ഇല്ലേ? ഇതെല്ലാം വിട്ടേച്ചു പോകും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമ്മളൊന്ന് തല ഉയർത്തി നോക്കിയാൽ മതി. ചുറ്റും ഒന്ന് നോക്കിക്കേ, ലോകത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കർത്താവിന്റെ അരുതാത്തത്, പണ്ട് മ്ലേച്ഛമെന്ന് പറഞ്ഞിരുന്നത് ഇന്ന് മഹത്വകരമായി കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു കാലത്താ നാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാൽ നമുക്ക് അതിനായി ഒരുങ്ങാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളോട് ഞാൻ വായിക്കുക. വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ,
ഞാൻ പറയുന്ന വാക്കുകളേക്കാൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാക്യങ്ങൾ നമ്മുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഉറപ്പുള്ളവരെന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. 13-ാം വാക്യം. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. 13-ാം വാക്യം നോക്കിക്കേ. ഞാൻ വെളിച്ചത്തിൽ നടക്കുമ്പോഴാ എന്റെ ശരീരപ്രകൃതം എനിക്ക് വെളിപ്പെട്ടു വരുന്നത്. എന്നിലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ വെളിപ്പെടുത്തി തരുന്നത് നാം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചത്തിലേക്ക് വരുമ്പോഴാ എനിക്ക് മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ എനിക്ക് പകലുന്ന പോലെ വെളിപ്പെടുത്തി തരുന്നത്. കാരണം വെളിച്ചം ഉള്ള കാര്യങ്ങളെ എടുത്തു കാണിക്കും, ഉള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തും. 13-ാം വാക്യത്തിൽ വായിക്കുക നാം, സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ഈ ബോധം വരുമ്പോൾ എന്താ? എന്നിൽ പാപമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഞാന് വാച്ച്മാൻ നീ എന്ന് പറയുന്ന കർത്തൃദാസന്റെ പുസ്തകത്തിൽ തന്റെ ഓട്ടോബയോഗ്രഫിയില് താൻ ഇപ്രകാരം തന്റെ ശുശ്രൂഷയൊക്കെ ചൈനയിൽ ഷാങ്ഹായ് ഭാഗത്തൊക്കെ തുടങ്ങി. ചെറിയ കൂട്ടം ഗ്രൂപ്പായിട്ട് അവർ തുടങ്ങി, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. പക്ഷേ തന്റെ കൂട്ടായ്മയ്ക്ക് വളർച്ചയുണ്ടാകുന്നില്ല. ഇത് ആ ദൈവദാസന്റെ ജീവിതത്തിൽ നടന്ന കാര്യം മാത്രമാണ്. അതിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ ഒരു പാഠമുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോ തന്റെ ജീവിതത്തിൽ, തന്റെ ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നിറവില് വളർച്ചയുണ്ടാകാതിരുന്നപ്പോൾ തന്റെ മെന്റർ ചെയ്യുന്ന ഒരു സിസ്റ്ററിന്റെ, ഒരു സഹോദരിയുടെ അടുക്കൽ ദൈവദാസൻ ചെന്നു. എന്താ? ഞാൻ പറയുന്ന വചനം കേട്ടത് അതിന് ഫലമുണ്ടാകാത്തത് എന്താ? അവര് മനസ്സാന്തരപ്പെടാത്തത്, അവർക്ക് എന്താണ് കുഴപ്പം? ഈ സഹോദരി വാച്ച്മാനിയോട് പറയുക, ബ്രദറെ, പ്രശ്നം അവരിലല്ല, നിന്നില. അത് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി. താൻ തിരിച്ച് ഭവനത്തിൽ ചെന്ന് ദൈവസന്നിധി ലേഖനായിരിക്കുക. എന്താ എന്റെ പ്രശ്നം? ദൈവമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവം രാത്രിയിൽ വാച്ച്മാനിയോട് ഇടപെട്ടു. ഇത് ഉപേക്ഷിക്കണം, ഒരു പ്രത്യേക കാര്യത്തെ എടുത്തു കാണിച്ചിട്ട് നീ വിട്ടുകളയണം. വാച്ച്മാൻ നീ അത് വളരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് അത് കളയാനായിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പകരം കൂടുതൽ പ്രാർത്ഥിച്ചു, കൂടുതൽ ഉപവസിച്ചു. ദൈവം വീണ്ടും നോ, എനിക്കതല്ല വേണ്ടത്, ഇത് നീ എടുത്തു മാറ്റ്, അതിനെ വിട്ടുകളഞ്ഞു ഉപേക്ഷിക്ക്. വാച്ച്മാൻ നീ എന്ന് തന്റെ ജീവിതത്തിൽ നിന്ന് അത് എടുത്തു മാറ്റിയോ, അതിനെ വിട്ടുകളഞ്ഞോ, അന്ന് താൻ തന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മ നിറവനുഭവിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ തോരാത്ത, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നിറവ് തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. തന്റെ ശുശ്രൂഷ വളരുവാൻ തുടങ്ങി. ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നതിനെ പ്രാർത്ഥിച്ചു ജയിക്കുകയല്ല വേണ്ടത്, എടുത്തു മാറ്റണം. ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പൊ വെളിച്ചത്തിലേക്ക് വരുമ്പോ പാപം എന്നിലുണ്ടെന്നുള്ള ബോധം വന്നാൽ അതിനെ തിരുത്താൻ അവസരമുണ്ടല്ലേ. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? വിശുദ്ധൻ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തേണ്ട, കർത്താവേ, എനിക്ക്
എൻ്റെ ബോധത്തിൽ അറിവിലില്ലാതിരിക്കുന്ന പാപത്തെ വെളിപ്പെടുത്തി തരണമേ. അതെങ്ങനെയാ വെളിപ്പെടുത്തുന്നറിയാവോ? ദൈവവചനമാകുന്ന വെളിച്ചത്തിലേക്ക് നാം എത്രത്തോളം അടുത്തു വരുന്നുവോ അത്രത്തോളം. കല്യാണത്തിനൊക്കെ ക്യാമറാമാന്റെ ലൈറ്റ് അടിക്കുമ്പോഴാ ഭിത്തിയിലേക്ക് ഇരിക്കുന്ന ചുക്രിയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത്. കാരണം പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് വരുമ്പോഴാ ചെറിയതായിട്ടുള്ള കറ പോലും അഴുക്ക് പോലും വെളിപ്പെട്ടു വരുന്നത്. വചനം എന്ന പവർഫുൾ ലൈറ്റിന്റെ അടുത്തേക്ക് നാം എക്സ്പോസ്ഡ് ആവുമ്പോൾ നമ്മിൽ ഇരിക്കുന്ന ചെറിയ കറകൾ പോലും നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മെ തന്നെ ഈ വചനം എന്ന ജലത്താൽ ശുദ്ധീകരിക്കുവാൻ സഹായിക്കും. ഹല്ലേലൂയ. അതാ നമ്മുടെ ജീവിതത്തിൽ അതല്ലേ വേണ്ടത്. എന്റെ പ്രിയരെ, ഈ വെളിച്ചം എന്നുള്ളത് ജീവനാണ്. വെളിച്ചമുള്ളവിടത്ത് വളർച്ചയുണ്ട്, വെളിച്ചമുള്ളവിടത്ത് സൗന്ദര്യമുണ്ട്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അടിച്ചു കഴിയുമ്പോൾ, ഈ ദൈവത്തിന്റെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നാം നടന്നു കഴിയുമ്പോൾ, നാം വചനത്തോടൊപ്പം നടക്കുവാൻ തുടങ്ങി കഴിയുമ്പോൾ, ഉള്ളിൽ നിന്ന് റിയലായിട്ട്, ഫേക്കായിട്ടല്ല, റിയലായിട്ട്, വേണ്ടിയിട്ടല്ല, ഉള്ളങ്ങളിൽ നിന്ന്, ആ ദൈവത്തോടുള്ള ഇഷ്ടത്തിൽ നിന്ന് എനിക്ക് കൂടെ നടക്കണം. കർത്താവിന്റെ വചനം ആഹരിച്ചു തുടങ്ങുമ്പോൾ, ആഹരിക്കാൻ വിശപ്പുണ്ടായി തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ജീവനും വളർച്ചയും ഏത് മേഖലയിലും ഉണ്ടാകും. നമ്മുടെ ആത്മീയ മേഖലയിലും നമ്മുടെ ഭൗതിക മേഖലകളിലും എല്ലായിടത്തും ദൈവത്തിന്റെ ആ വെളിച്ചത്തിന്റെ ആ ഒരു പവർ അതാ സകലത്തെയും സൗന്ദര്യവൽക്കരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം വെളിച്ചമുള്ളത് കൊണ്ടല്ലേ. പക്ഷെ അന്ധകാരത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മെ മുടിക്കാനും നശിപ്പിക്കാനും നമ്മളെ ഇല്ലാതാക്കാനേ കഴിയുള്ളൂ. അന്ധകാരത്തിൽ വളർച്ചയില്ല. ഹല്ലേലൂയ. കുരുടായി ശുഷ്കിച്ച് ഇല്ലാതായി പോകും. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ല. അതവിടെയാ പ്രശ്നം. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. അതുകൊണ്ടാ യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, വാക്ക് വിത്ത് ജീസസ്, വാക്ക് ഇൻ ലൈറ്റ്. വെളിച്ചത്തിൽ നടക്കണം. 1-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, 1:7, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. ഈ വെളിച്ചത്തിൽ നടക്കുമ്പോഴാ നമ്മുടെ ഉള്ളിലെ അന്ധകാരം പൂർണ്ണമായി മാറുന്നത്. വെളിച്ചത്തിൽ നടന്നു തുടങ്ങുമ്പോൾ ഈ അന്ധകാരത്തിന്റെ അംശങ്ങൾ നീങ്ങിപ്പോകും. വെളിച്ചത്തിലേക്ക് വരാൻ താല്പര്യമില്ലാതെ നാം അന്ധകാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ, പാപത്തെ, എന്റെ ഉള്ളിൽ ഞാൻ താലോലിക്കുന്ന പാപത്തെ, ഞാൻ എൻജോയ് ചെയ്യുന്ന പാപത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ പതുക്കെ വെളിച്ചം ഇല്ലാതാവും. ഇവിടെ ഞാനൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ജീവിതം ഇല്ല കേട്ടോ. There is no middle ground. ബ്രദറെ, ഞാൻ മാറിക്കൊണ്ടിരിക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊന്നില്ല. വെളിച്ചത്തിലാണെങ്കിൽ ഇരുട്ടിലല്ല, ഇരുട്ടിലാണെങ്കിൽ വെളിച്ചത്തിലുമല്ല. ഞാനിത് പറയുമ്പോൾ നമ്മള് പാപമൊന്നും ചെയ്യാത്ത ഒരു ട്രാൻഷ്യന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമെന്നല്ല പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ആ പ്രശ്നം ഇരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ആ പ്രശ്നം. ജീവിതത്തിൽ നമ്മൾ വീഴ്ചകൾ ഉണ്ടാവും, പാപം ചെയ്യരുത്. പക്ഷെ നമ്മൾ വീഴ്ചകളും താഴ്ചകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? എന്റെ ആഗ്രഹം വെളിച്ചത്തിൽ നടക്കണം എന്നുള്ളതാണോ? അത് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. മനുഷ്യനെ പറ്റിക്കാം, പങ്കാളിയെ പറ്റിക്കാം, കുടുംബത്തെ പറ്റിക്കാം, സഭയെ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. ദൈവത്തിനറിയാം, നമുക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്.
നിങ്ങളെ ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കുവാൻ 12:35 നാം വായിക്കുന്നുണ്ട്. 12-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇരുൾ നിങ്ങളെ. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. ആമേൻ. ഇരുളിൽ നടക്കുന്നവൻ അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. ഹല്ലേലൂയ. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കുവാൻ എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, നിങ്ങളെ ചേർത്തു എന്ന് വെച്ചാൽ ഇനി ഇരുള് നിങ്ങളെ തൊടാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെന്നല്ല. ഇരുളിന്റെ പാപത്തിന്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. പാപത്തിന്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടാ ദൈവം എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീണുപോയ ശരീരത്തിൽ നിന്ന് മാറിപ്പോയാൽ മതി. കാരണം ആത്മാവെന്ന ആദ്യദാനം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇനി ഒരവസ്ഥ വരുന്നുണ്ട്, ഈ പാപമില്ലാത്ത അവസ്ഥ, ഈ പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അന്ന് നമ്മുടെ ഈ വീണുപോയ ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തും. അതിനായി കാത്തുകൊണ്ടിരിക്കുകയല്ലേ? ആണോ? അതിനായി കാത്തുകൊണ്ടിരിക്കുകയല്ലേ നാം? ഹല്ലേലൂയ. ഇതൊക്കെ സത്യമാ. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നാം രൂപാന്തരപ്പെടും, നാം പറന്നു പോകും, കർത്താവിനോടൊപ്പം ജീവിക്കും. എന്റെ പ്രിയരെ, ഇത് പകൽ പോലെ സത്യമാ. യോഹന്നാൻ പറയുക, ഞാൻ കണ്ടതാ, ഞാൻ തൊട്ടതാ, ഞാൻ കേട്ടതാ, ഞങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ കുറിച്ചാ ഞങ്ങൾ പറയുന്നത്. ഇതങ്ങനെ തന്നെയാ. ദൂതൻ പറഞ്ഞു, ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാ മോളിലേക്ക് നോക്കി നിൽക്കുന്നത്? ഈ കടന്നുപോയ കർത്താവ് മേഘത്തിൽ വീണ്ടും പ്രത്യക്ഷനാവും നിങ്ങളെ ചേർക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം പ്രിയരെ, ഇന്ന് രാത്രിയിൽ നാം ഡീൽ ചെയ്യേണ്ടത്, എന്റെ ഉള്ളിൽ എനിക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? എന്റെ രോഗമല്ല, എന്റെ ദാരിദ്ര്യമല്ല, എന്റെ പ്രശ്നങ്ങളല്ല, എന്റെ ഉള്ളിലെ പാപമാ. അതിനെയാ നാം ഡീൽ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാ. എന്റെ പ്രിയരെ, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ പറ്റുമോ? ദൈവം റെഡിയാ, നമ്മൾ റെഡിയാണോ? ഞാൻ റെഡിയാണോ? ഇന്ന് പലരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇതിന് പകരം പാപത്തെ മറച്ചു വെക്കും, പാപത്തെ മൂടി വെക്കും. എങ്ങനെയാ മൂടി വെക്കുന്നത്? 1 യോഹന്നാൻ 1:6 അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും. ഭോഷ്ക് പറയുന്നു, നുണ പറയുന്നു, by telling lies. സത്യം മൂടി വെക്കുന്നു. ഭോഷ്ക് പറഞ്ഞ് നാം പാപത്തെ മറയ്ക്കുന്നു, ഭോഷ്ക് പറഞ്ഞ് നാം പാപത്തെ മൂടി വെക്കുന്നു. ഞാൻ വളരെ ബ്ലണ്ടായിട്ട് അങ്ങ് പറയുകയാണ്. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? എന്നിൽ പാപം ഇരിക്കെ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ വെളിച്ചത്തിലാ നടക്കുന്നതെന്ന് ഭാവിക്കുക. നമുക്ക് പലർക്കും തോന്നുകയാ ഞാൻ കർത്താവിനോടൊപ്പമാ നടക്കുന്നത്. പാപം വെച്ചുകൊണ്ട്, പാപത്തോടുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് we cannot walk in light, we cannot walk with God. അതാ വചനം പഠിപ്പിക്കുന്നേ. വിട്ടു പറഞ്ഞു ഉപേക്ഷിക്കണം. എങ്ങനെയാ ബ്രദറെ നമ്മൾ ഈ പാപം ചെയ്തിട്ട് നുണ പറയുന്നത്? എങ്ങനെയാ നാം നുണ പറയുന്നത്? ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യത്തിൽ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. നാം പാപം ചെയ്തിട്ട് നുണ പറയുന്നത് ആദ്യം മറ്റുള്ളവരോടാ, അല്ലേ? We tell lies to others. ഇങ്ങനെയാ തുടങ്ങുന്നത്. അനനിയാസിന്റെയും സഫീറയുടെയും ജീവിതത്തിലോട്ടൊന്ന് നോക്കിക്കേ. തെറ്റ് ചെയ്തില്ലേ അവര്? എന്തിനാ നുണ പറഞ്ഞത്? താൻ ചെയ്ത തെറ്റ്, തങ്ങൾ ചെയ്ത തെറ്റ് ആരും അറിയാതിരിക്കുവാൻ.
ഞാൻ ആത്മീയനാണെന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് കരുതണം. നാടൻ ഭാഷയിൽ പറഞ്ഞ നല്ല കുട്ടി ചമയാൻ അതല്ലേ അനനിയാസും സഫീറയും ശ്രമിച്ചത്. ഞാനോ എന്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണോ? ബ്രദറെ, ചെറിയ ചെറിയ നുണകളൊക്കെ പറയുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ ഒന്നാമത്തെ തെളിവ നുണ ഉപേക്ഷിക്കും, ഭോഷ്കില്ലാതാകും. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നെ കേൾക്കുന്നവർ? ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, ഞാൻ ആ യാത്രയിലാണോ എന്ന് എന്നെ പരിശോധിപ്പാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ടൂള ഭോഷ് കൊണ്ടോ എന്റെ ജീവിതത്തിൽ. നമുക്കറിയാം, ആരോടും പറയുമൊന്നും വേണ്ട, നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ പറ്റും. ഭോഷ് കൊണ്ടോ എന്റെ ജീവിതത്തിൽ? നുണ പറയുന്നു, അത് വളരെ ചെറിയ നുണ പോലും പറയാൻ പാടില്ല. ദൈവത്തിന് ശരിക്കും രക്ഷിക്കപ്പെട്ടവന്റെ ഒന്നാമത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണ്, നുണ ഉപേക്ഷിക്കും. അപ്പൊ പാപത്തെ നാം മറച്ചു വെക്കുന്നത് നുണ പറഞ്ഞ്. എങ്ങനെ? ആദ്യം മറ്റുള്ളവരോട് നുണ പറഞ്ഞു, ശോധന ചെയ്യാതെ, പാപത്തെ ക്രമീകരിക്കാതെ, സഹോദരനോടുള്ള പകയ്ക്ക് വിദ്വേഷവും വൈരാഗ്യവും വിട്ടുകളഞ്ഞ് ഉപേക്ഷിക്കാതെ കർത്തൃവേഷം എടുക്കുമ്പോ സഭയിലുള്ളവരോട് നുണ പറയുകയല്ലേ പ്രിയരെ? അല്ലേ? കർത്തൃമേശ എടുത്തില്ലെങ്കിൽ ആൾക്കാർ എന്നാ വിചാരിക്കും? സോ കർത്തൃമേശ എടുത്തേക്കാം, നുണയല്ലേ? കുറെ കഴിയുമ്പോ എന്ത് പറ്റുമെന്നറിയാവോ? കുറെ കഴിയുമ്പോ 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കും, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. We tell lies to ourselves. നാം നമ്മോട് തന്നെ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാ. ഉദാഹരിക്കാനായിട്ട് ദാവീദിനെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കേൾക്കുന്നവർക്ക് ആർക്കും പ്രശ്നം. ദാവീദിനെ കുറിച്ച് പറയാം. ദാവീദ് എന്തൊക്കെ പാപം ചെയ്തു, എത്ര പാപം ചെയ്തിട്ടാ ദാവീദ് വന്നിട്ട് സിംഹാസനത്തിൽ ഒരു പ്രശ്നമില്ലാതെ രാജ്യം ഭരിക്കുക. വ്യഭിചാരം, അസൂയ, മോഹം, കൊലപാതകം, മദ്യം, കൊല, എന്തൊക്കെ ചെയ്തു, ഗൂഢാലോചന, ഇതൊക്കെ ചെയ്തിട്ടും ഒരു കുഴപ്പമില്ലാതെ രാജസിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുക. ദൈവം പ്രവാചകനെ അയച്ചു പറഞ്ഞപ്പോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ എന്റെ രാജ്യത്ത്? അങ്ങനെയല്ല ദാവീദ് ചോദിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ നീ എന്ന് പറഞ്ഞപ്പോ ദാവീദിന്റെ കണ്ടോ, ദൈവവചനം ഇടപെട്ടപ്പോൾ ബോധം വന്നു. ദാവീദ് അത് മനസ്തപിച്ചു. ഈ പ്രശ്നം എന്താണെന്നറിയോ? ഞാന് മറ്റുള്ളവരോട് നുണ പറയുമ്പോൾ അവര് കണ്ടുപിടിച്ചില്ലല്ലോ, അവർക്ക് മനസ്സിലായില്ല. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, ആരും കണ്ടുപിടിച്ചില്ല. ഈ പാപം എന്റെ ഉള്ളിൽ വെച്ചോണ്ട്, ഈ പാപം ചെയ്തോണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തു, ആർക്കും മനസ്സിലായില്ല, പാസ്റ്ററിന് പോലും മനസ്സിലായില്ല. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറയും, കുഴപ്പമില്ല, ആരും കണ്ടുപിടിച്ചില്ല, കുഴപ്പമില്ല. കർത്തൃമേശ എടുത്തിട്ട് രോഗിയൊന്നും ആയില്ലല്ലോ, ചത്തൊന്നും പോയില്ലല്ലോ, ആരും തന്നെ താഴെയിട്ടില്ല, കോരകിനെ പോലെ വിഴുങ്ങി പോയ പോലെ നമ്മൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അപ്പൊ നോ പ്രോബ്ലം, ഞാൻ ഓക്കെ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, വേറെ ആരും കാണുന്നില്ലെങ്കിലും എന്റെ ജീവിത പങ്കാളിയോ, എന്റെ മക്കളോ, എന്റെ സഭയിലെ കൃത്യനോ, സഭയിലെ കൂട്ടായ്മയിലുള്ളവരോ ആര് എന്റെ സഹോദരങ്ങളോ ആര് കണ്ടില്ലെങ്കിലും സ്വർഗസ്ഥനായ ദൈവം കാണുന്നുണ്ട്. ഈ ഒരു ബോധ്യമല്ലേ മിസ്രയേമിന്റെ രാജകൊട്ടാരങ്ങളിൽ യോസഫിനെ പാപം ചെയ്യാതിരിപ്പാൻ പ്രേരിപ്പിച്ച ഘടകം അല്ലേ? ആരാ പറഞ്ഞു ആരും കാണുന്നില്ലെന്ന്? സർവശക്തനായ ദൈവം കാണുന്നു. ഈ ബോധം ദാവീദിനുണ്ടായില്ല, അതുകൊണ്ടാ ദാവീദ് പാപം ചെയ്തത്. 8-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് പാപമില്ല. ഞാൻ ആ വാക്യം, ഈ 8-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ല നമുക്കെന്നല്ലേ വായിച്ചത്. നമുക്കതൊന്ന് മാറ്റി എനിക്കെന്നാക്കിയാലോ? ഞാൻ അങ്ങനെ ഒന്ന് വായിക്കാം. 8-ാം വാക്യം 1 യോഹന്നാൻ 1:8. എനിക്ക് പാപമില്ല എന്ന് ഞാൻ പറയുന്നു എങ്കിൽ എന്നെ തന്നെ വഞ്ചിക്കുന്നു, സത്യം എന്നിലില്ലാതായി. അങ്ങനെയൊന്ന് വായിച്ചു നോക്കി. എനിക്ക് പാപമില്ല എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ എന്നെ തന്നെ വഞ്ചിക്കുന്നു, സത്യം എന്നിലില്ലാതായി. സത്യം എന്നിലില്ല.
സത്യം എന്നിൽ ഇല്ല എങ്കിൽ പിന്നെ എന്തുണ്ട് എന്നിൽ? ഭോഷ്കുണ്ട്, ഉറപ്പാ. അത് രണ്ടും അല്ലാത്തൊരവസ്ഥയില്ല. സത്യമല്ലെങ്കിൽ നുണയുണ്ട്, ഭോഷ്കുണ്ട്. ഞാൻ നുണയനാ, ഞാൻ കള്ളനാ. ആദ്യം ഞാൻ മറ്റുള്ളവരെ വഞ്ചിച്ചേ, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ദാവീദിന്റെ രാജാവിന്റെ ജീവിതത്തിൽ ആദ്യം മോഹമുണ്ടായി. മോഹം വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി, വ്യഭിചാരം ഗൂഢാലോചനയിലേക്ക് കൊണ്ടുപോയി, അത് മദ്യലഹരിയിലേക്ക് കൊണ്ടുപോയി, കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. എന്നിട്ട് ആളുകളോട് നുണ പറഞ്ഞു, തന്നോടും നുണ പറഞ്ഞു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ രാജകൊട്ടാരത്തിൽ രാജാവായി ഭരിച്ചുകൊണ്ടിരുന്നു. നമ്മളും ഇങ്ങനെയല്ലേ? ഞാൻ ഇങ്ങനെയാണോ? നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ആരോടും പറയണ്ട, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു നോക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും ചെയ്ത്, ഞാൻ ഇത്ര വലിയ പാപവും ചെയ്തില്ല. അതെന്റെ പ്രിയരെ, ചെറിയ ചെറിയ പാപങ്ങൾ, അസൂയ, പക, വിദ്വേഷം, പിണക്കം, അഹങ്കാരം, അഹന്ത. ദൈവം നാഥാനെ അയച്ച് ദാവീദിനെ സ്നേഹിച്ചു, ദാവീദിന് ബോധം വരുത്തി. ഇന്ന് ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. എന്നോട് ഇടപെട്ടൊരു വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ അപ്പം അത് നിങ്ങൾക്കും പ്രയോജനകരമെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനം നമ്മളോട് ഇന്ന് പറയുവാൻ ദൈവത്തിന്റെ നാവായിട്ട് എന്നെ ഉപയോഗിക്കുന്നത്. ഈ വചനം അയച്ച് നമ്മെ ഒന്ന് തിരുത്തുവാൻ, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ ഈ ഉപവാസ കാലത്ത് അത് കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. എന്റെ പ്രിയരെ, നാം നുണ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഡിക്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുക, തളർന്നുകൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുക. നുണ നാം മറ്റുള്ളവരോടും എന്നോടും മാത്രമല്ല പറയുന്നു, ദൈവത്തോടും പറയുന്നു. അതല്ലേ 1:10 വാക്യത്തിൽ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതായി. മറ്റുള്ളവരോട് ഞാൻ നുണ പറഞ്ഞു, ആരും എന്നെ കണ്ടുപിടിച്ചില്ല, ആരും nobody found it. ഞാൻ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് സമാധാനം കിട്ടി. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നേ. എന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്ത? ശരിക്കും ആ വീണ്ടും ജനിച്ച് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ളങ്ങളിൽ നിന്ന് പ്രാർത്ഥന വരുന്നില്ല, പറ്റുന്നില്ല. കാരണം എന്താ? ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് പറയുകയാ, ഞാൻ പാപം ചെയ്തിട്ടില്ല. ഈ 10ാമത്തെ വാക്യവും കൂടെ പ്ലൂറൽ മാറ്റി സിംഗുലർ വചനത്തിലൊന്ന് വായിച്ചേ. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം എന്നിലില്ലാതെയായി. ഞാൻ പറയുകയാ, ഞാൻ പാപം ചെയ്തിട്ടില്ല, ദൈവമാണോ പറയുന്നേ? ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ആ വചനത്തെ നമ്മൾ കോട്ടിയിട്ട് പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അങ്ങനെയല്ലേ വചനം വായിച്ചു? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാവോ? 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും കേൾക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അങ്ങനെ പറയാൻ പറ്റുമോ പ്രിയരെ? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മുഴങ്കാലിൽ ഇരുന്ന് ആ പാപികളിൽ, കർത്താവേ ഞാനാ ഒന്നാമൻ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ. ഇതല്ലേ നമുക്ക് വേണ്ടത്? അതോ നുണ പറഞ്ഞ് പ്രാർത്ഥിക്കാനും പറ്റാതെ ആത്മീയതയും ശോഷിച്ച് ശുഷ്കിച്ചു പോകുന്ന അവസ്ഥയാണോ നാം ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാ ഇന്ന് വചനം പറഞ്ഞിട്ടും സഭകളിൽ, വചനം പറയുന്ന സഭകളുണ്ട്, നമ്മളെ സഭ വചനം പറയുന്ന സഭയാണെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ദൈവദാസൻ കൃത്യമായി വചനം നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് കരുതുന്നു.
സഭകളിൽ വചന ശുശ്രൂഷ നടക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയാവോ? ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് അവനിട്ട് വെച്ച് പറഞ്ഞതാ ദേവദാസൻ. എനിക്കുള്ളതല്ല, അവനുള്ളതാ. ഞാൻ ഓക്കെയാ, എനിക്കൊരു ചേഞ്ചും വേണ്ട, എനിക്ക് വേണ്ട. അവന് പ്രാർത്ഥിക്കും, കർത്താവേ വചനം എന്നോട് ഇടപെടണമേ. വചനം കഴിഞ്ഞ് പുറത്തിറങ്ങി പറയാ എനിക്കുള്ള അവനുള്ളതാ. അപ്പൊ നിനക്കോ? ഹല്ലേലൂയ. അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നിന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. നിന്നെയും സൂക്ഷിച്ചോണം, നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചോണം, നിന്റെ നടപ്പും നോക്കിക്കോണം. ഇത് രണ്ടും ക്ലിയറായി വരണം, ഇത് രണ്ടും ഒന്നിച്ചു പോണം, ഇത് രണ്ടും ഒരുപോലെ വേണം, ഇത് രണ്ടും വെളിച്ചത്തിലായിരിക്കണം. നിന്നെയും നിന്റെ ഉപദേശത്തെയും നീ സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പ്രശ്നം എന്നാന്നറിയാമോ? വചനം സ്പർശിക്കുന്നില്ലല്ലോ ആരെയും. ഇന്ന് പലരും വചനം കേൾക്കാൻ മതി, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് തോന്നി യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ദേവദാസൻ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു പറയാം. പുതിയ കാര്യം എന്ന് പറയാം, ദ വെരി ഓൾഡ്, ദ ഓൾഡ് സ്റ്റോറി ഓഫ് ദ ജീസസ് ഓഫ് നസ്രത്ത്, അത് തന്നെ പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ പറച്ചിലൊന്നും അല്ല, ദൈവത്തിന്റെ വചനം. രക്ഷയുടെ കാറ്റ് എപ്പോഴാ ഒരുവന്റെ മേൽ അടിക്കുക നമുക്കറിയില്ല പ്രിയരെ. ഹല്ലേലൂയ. ദൈവം എപ്പോഴാ ഇടപെടുക എന്നുള്ളത്. ഒന്നുകിൽ പുതിയ കാര്യം കേൾക്കാൻ, അല്ലേ കുറ്റം പറയാൻ. കാരണം എനിക്കുള്ളതല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവേ പ്രാർത്ഥനയിൽ എന്നോട് സംസാരിക്കണമേ. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ ജോസെ അത് തോമാച്ചനോടുള്ള വചനമായിരുന്നു. കൃത്യം എനിക്കറിയാം അത് കൃത്യമായി. നമ്മുടെ കർത്താവ് വചനത്തിന്റെ വിത്തിന്റെ ഉപമ പറയുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ വചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവരാകുക എന്നിവിടെ കൂട്ടിയുന്നുണ്ട്. വചനം കേൾക്കുകയും അത് അംഗീകരിക്കുകയും. ലൂക്കോസിലേക്ക് വരുമ്പോൾ അത് ക്ഷമയോടെ സംഗ്രഹിക്കുകയും. ഹല്ലേലൂയ. വചനം കേട്ട് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം, അത് സംഗ്രഹിക്കണം, അത് ആഹരിക്കണം. എങ്കിലേ അത് ജീവനായി ഫലമായി പുറത്തേക്ക് വരൂ. 1 യോഹന്നാൻ 1:6 നമ്മൾ വായിക്കുക. 1:6 വായിക്കുന്നു, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഈ ഭോഷ്ക് പറയുമ്പോൾ എന്താ ആദ്യം ഉണ്ടാകണം എന്നറിയാവോ? കൂട്ടായ്മ നഷ്ടപ്പെടും. പാപം ഉള്ളിൽ വെച്ച് വിദ്വേഷവും പകയും പിണക്കവും വൈരാഗ്യവും കോപവും എന്തൊക്കെ കാണിക്കാവോ അതെല്ലാം കാണിച്ച് സഭയിൽ വന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ സഭയിൽ വന്ന് കൂട്ടായ്മ കൂടിയാൽ അതിനകത്ത് എവിടെയാ കൂട്ടായ്മ? കൂട്ടായ്മ ആരാ? ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ബന്ധം വേണം. കൂട്ടായ്മയ്ക്കായിട്ട് സഭയിലേക്ക് കടന്നു വരിക. അവിടെ കൂട്ടായ്മയുണ്ടോ? നോ. എന്നെ തന്നെ മറച്ചു വെച്ച്, എന്റെ പാപങ്ങളെ മറച്ചു വെച്ച് ഞാൻ ഭോഷ്ക് പറയുമ്പോൾ കൂട്ടായ്മ ബന്ധം പോകും. എന്റെ പ്രകൃതം മാറും. അല്ലേ? അവൻ അങ്ങനെയുള്ളവനാ അല്ലെ? പ്രകൃതം മാറി നമ്മളൊരു സ്റ്റാമ്പ് അങ്ങ് ഇട്ട് കൊടുത്ത പിന്നെ അവൻ അങ്ങനെയാ. അവന്റെ പ്രകൃതം മാറും, നമ്മുടെ പ്രവൃത്തി മാറും. ഇതെല്ലാം മാറിയാ പിന്നെ എന്താ ഉള്ളത്? നമ്മള് നടീനടന്മാരാകും. നടീനടന്മാർ. കൂട്ടായ്മയില് സഭയില് പാസ്റ്റർ അഭിനയിക്കുന്നു, പ്രബോധിപ്പിച്ച് സഭാ വിശ്വാസികൾ അഭിനയിക്കുന്നു, സാക്ഷ്യം പറഞ്ഞ് അഭിനയിക്കുന്നു, കർത്തൃമേശ അനുഭവിച്ച് അഭിനയിക്കുന്നു, കരഞ്ഞഭിനയിക്കുന്നു, കൈകൊട്ടി അഭിനയിക്കുന്നു, തുള്ളിച്ചാടി അഭിനയിക്കുന്നു, പ്രാർത്ഥിച്ചഭിനയിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണേ. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. നമ്മളെ ഒന്ന് വിചിന്തനം ചെയ്യാൻ. കാരണം നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയാണ് എൻ്റെ ലക്ഷ്യം.
നമ്മളാരും നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ജോലിയിൽ തോറ്റുപോയാൽ വീണ്ടും ട്രൈ ചെയ്യാം. പരീക്ഷയിൽ തോറ്റുപോയാൽ വീണ്ടും ട്രൈ ചെയ്യാം. ഇതിൽ തോറ്റാൽ നോ സെക്കൻഡ് ചാൻസ്. ഈ ഒരു ചാൻസ് എടുക്കാൻ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന ആരെ കുറിച്ചും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഉറപ്പിച്ചോണം, ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണെന്ന്. ഇന്ന് ഉറപ്പില്ലാത്തവൻ അന്നെത്തില്ല. ഇന്ന് ഉറപ്പിക്കണം. ആ ഒരു കൺഫർമേഷൻ, അഷ്വറൻസ് ഓഫ് മൈ സാൽവേഷൻ, അത് ഇന്ന് ഉറപ്പിച്ചോണം. ഹല്ലേലൂയ. ഭൗതിക ലോകത്തിലെ നടീനടന്മാരുടെ അന്ത്യമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആത്മീയ ലോകത്തിലും നാം നടീനടന്മാരായാൽ അന്ത്യം മറ്റൊന്നായിരിക്കില്ല എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കട്ടെ, നമ്മുടെ സമയം തീരാറായല്ലോ. വചനം, ഈ നടനം കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടെന്നറിയാവോ? എൻ്റെ ഉള്ളിൽ വചനമില്ലാതായി. കയ്യിലുണ്ട്, ഉള്ളിലില്ല. കയ്യിൽ വചനമുണ്ട്, പക്ഷെ ഉള്ളിൽ വചനമില്ല. എൻ്റെ ഉള്ളിൽ സത്യമില്ല, എൻ്റെ ഉള്ളിൽ വചനമില്ല. ഞാൻ ദൈവത്തെ കള്ളനാക്കി. എൻ്റെ പ്രിയരെ, വചനം, സത്യം എവിടെ ഇരിക്കണം? എൻ്റെ മനസ്സിലിരിക്കണം. അതിന് പകരം എൻ്റെ ഉള്ളം മുഴുവനും, എൻ്റെ മനസ്സ് മുഴുവനും ഭോഷ്ക. നടനം തുടങ്ങുമ്പോ കൂട്ടായ്മ പോയി. പ്രാർത്ഥനയൊക്കെ ഒരു എംപ്റ്റി ഫോം, അല്ലെ, പൊള്ളയായ ഫോം എന്തോ ആയിപ്പോയി. പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അർത്ഥശൂന്യമായ ആരാധന. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയോ കുറ്റ പറയുന്നത്. എൻ്റെ പ്രിയരെ, ഇന്നീ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചണം. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, അതിനൊരു പരിഹാരം കൂടെ പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ. സദൃശ്യവാക്യങ്ങൾ, ആ വാക്യങ്ങളുടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം, ആരെങ്കിലും എടുത്തെങ്കിൽ വേണമെന്ന് വായിക്കാം. 28-ാം അധ്യായം, അതിന്റെ 13ഉം 14. Proverbs 28:13-14. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ഹല്ലേലൂയ. പരിഹാരം കേട്ടല്ലോ. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ശുഭം, കരുണ ലഭിക്കും. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. എങ്ങനെയാ കഠിനമാക്കുന്നത്? നുണ പറഞ്ഞ് വചനത്തോട് റെസ്പോണ്ട് ചെയ്യാതെ ഹൃദയത്തെ കഠിനമാക്കി കളയും. ഹല്ലേലൂയ. ഈ 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും ദാവീദ് രാജാവ് തന്റെ പാപം ചെയ്തതിന് ശേഷം രചിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിക്കണേ. അതിനകത്ത് ഇങ്ങനെ ആയാൽ തന്റെ ജീവിതത്തിൽ പറ്റുന്ന സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 32-ന്റെ 3-4 ഒന്ന് വായിച്ചാലോ? ദാവീദ് രാജാവിന്റെ 32-ാം സങ്കീർത്തനം, അതിന്റെ 3-4. ഹല്ലേലൂയ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദാവീദിന്റെ ആരോഗ്യത്തെ തന്നെ അത് ബാധിച്ചു പോയി. അതവിടെ ആ വാക്യങ്ങളെല്ലാം അതാ പറയുന്നത്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. 51-12 വായിച്ചാൽ, 51-12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. സന്തോഷവും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറയുന്നത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ഈ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചു. ഞാൻ എവിടെയാ ഇനിയും എന്നെ ക്ലിയർ ആക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത്?
കർത്താവെ, അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ഇനി സമയമില്ല കർത്താവെ. കർത്താവെ, ഒരുങ്ങി നല്ല മണവാട്ടിയായിട്ട് ആ കാന്തനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കി സൂക്ഷിപ്പാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ കേട്ട വചനം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനം ഞങ്ങൾക്ക് ജീവനായിട്ട് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ടുള്ളണമേ സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ.